നമസ്കാരം. ഏവർക്കും ദീപാരാധന ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശിവന്റെ ഉഗ്രരൂപമായ ഭൈരവന്റെ ശാന്തരൂപമാണ് ഭിക്ഷാടകമൂർത്തി. ശിവന് എങ്ങനെയാണ് ഈ രൂപം സ്വീകരിക്കേണ്ടി വന്നത് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ത്രിമൂർത്തികളിൽ പെടുന്ന ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും മുമ്പിൽ ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടു. ശിവലിംഗത്തിൻ്റെ അഗ്രം കണ്ടെത്തുവാൻ മഹാവിഷ്ണു താഴേക്കും ബ്രഹ്മാവ് മുകളിലേക്കും യാത്രയായി. മഹാവിഷ്ണുവിന് പാതാളലോകം വരെ പോകുവാനേ സാധിച്ചുള്ളൂ. ബ്രഹ്മാവ് മുകളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ആ യാത്രയിൽ ശിവലിംഗത്തിന്റെ അഗ്രം കണ്ടെത്തുവാൻ ബ്രഹ്മാവിനും സാധിച്ചില്ല. എന്നാൽ തന്റെ പരാജയം അംഗീകരിക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല. യാത്രക്കിടയിൽ ഒരു കൈതപ്പൂവിനെ കണ്ടെത്തുകയും അതിനോട് തനിക്ക് അനുകൂലമായി കള്ളസാക്ഷി പറയുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ശിവന് മുന്നിൽ വിഷ്ണു തന്റെ തോൽവി സമ്മതിച്ചു. ശിവലിംഗത്തിന്റെ അഗ്രഭാഗം കണ്ടതായി ബ്രഹ്മാവ് കൈതപ്പൂവിനെ സാക്ഷി നിർത്തി ശിവനോട് പറഞ്ഞു. ബ്രഹ്മാവ് അസത്യമാണ് പറഞ്ഞതെന്ന് ശിവന് മനസ്സിലായി. അദ്ദേഹം കോപത്തോടെ 5 മുഖമുണ്ടായിരുന്ന ബ്രഹ്മാവിന്റെ ഒരു ശിരസ് പിഴുതെടുത്തു. അന്നു മുതൽ ബ്രഹ്മാവ് നാൻമുഖനായി. ആരും ബ്രഹ്മാവിനെ പൂജിക്കാതിരിക്കട്ടെ എന്ന് ശിവൻ ശപിച്ചു. കൈതപ്പൂവിനെയും ശിവന്റെ ശാപം പിന്തുടർന്നു. ഒരിക്കലും പൂജയ്ക്കെടുക്കാത്ത പുഷ്പമായി കൈതപ്പൂ മാറി. ബ്രഹ്മാവിന്റെ മുഖം ഛേദിച്ചതിനാൽ ശിവന് ബ്രഹ്മഹത്യാ പാപം ഉണ്ടാവുകയും ഭിക്ഷാടനവുമായി അലഞ്ഞു തിരിയാനിടയാകട്ടെ എന്ന് ബ്രഹ്മാവിന്റെ ശാപവും ലഭിച്ചു. അങ്ങനെ ശിവന് ലോകം മുഴുവൻ ഭിക്ഷാന്തേഹിയായി അലയേണ്ടി വന്നു. ഒപ്പം ശ്മശാനവാസവും. ഒരേ സമയം കൈലാസത്തിൽ ഗൃഹസ്ഥാശ്രമിയായും ശ്മശാനവാസിയായും ശിവൻ പരിലസിക്കുന്നു. ഇതേക്കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ബ്രഹ്മാവിന്റെ കപാലം ശിവൻ തന്റെ ഭിക്ഷാപാത്രമാക്കി ദേവദാരുവനത്തിൽ പ്രവേശിച്ചു. മുനിമാരുടെ ഭാര്യമാരിൽ നിന്ന് ദാനത്തിനായി യാചിച്ചു. അവർ ഭിക്ഷദാന ശിവനെ ആകർഷിച്ചു. ദാനധർമ്മങ്ങൾ ചെയ്യവേ വസ്ത്രങ്ങൾ വീഴാൻ അനുവദിക്കുകയും അവനെ അനുഗമിക്കുകയും ചെയ്തു. ശിവനെ തിരിച്ചറിയാൻ കഴിയാത്ത മുനിമാർ അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്തു. ശിവന്റെ ലിംഗം വീഴണമെന്ന് മുനിമാർ ശപിച്ചു. ശിവൻ അങ്ങനെയാകാൻ അനുവദിക്കുകയും ചെയ്തു. ലിംഗം അനന്തമായ അഗ്നിജ്വാലയായി മാറുകയും അത്രി മഹർഷിയുടെ ഭാര്യയായ അനസൂയയിൽ അണ്ഡമാവുകയും ചെയ്തു. ശേഷം മുനിമാർ ശിവലിംഗത്തെ ആരാധിച്ചു. ശിവൻ പാർവതിയോടൊപ്പം ഭിക്ഷക്കാരനായി കാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. അദ്ദേഹം തന്റെ രൂപം മുനിമാർക്ക് മുമ്പിൽ വെളിപ്പെടുത്തുകയും പശുപത നേർച്ചയെ ഉയർത്തുകയും അതിലൂടെ ഒരു മനുഷ്യൻ തന്റെ അഭിനിവേശം നിയന്ത്രിക്കുകയും ബ്രഹ്മചര്യം പ്രാപിക്കുകയും ചാരനിറത്തിൽ നഗ്നനായി കറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ജീവിത രീതി മോക്ഷത്തിലേക്ക് നയിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ശിവൻ വിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം വാരാണസിയിലെത്തുമ്പോൾ ശിവന്റെ കയ്യിൽ നിന്ന് കപാലമോചന എന്ന സ്ഥലത്ത് വീഴുകയും വിശ്വക്സേനന്റെ മൃതദേഹം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നുവെന്ന് എല്ലാ പുരാണങ്ങളും സമർത്ഥിക്കുന്നു. വിശ്വക്താന ശിവൻ വാരാണസിയിലെ ജലാശയത്തിൽ കുളിച്ച് ഭിക്ഷദാനത്തിന്റെ രൂപം ഉപേക്ഷിച്ച് കൈലാസത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു.